10 മിനിറ്റ്. ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സമയം വളരെ കുറച്ചേ ഉള്ളൂ. മലപ്പുറത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു സാഹിത്യ ആഘോഷത്തിന് തിരശ്ശീല വീഴുന്ന നാളാണ് ഇന്ന്. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ വാസ്തവത്തിൽ കുറച്ചു നേരം മാത്രമാണ് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ആദ്യ ദർശനത്തിൽ തന്നെ വലിയ അത്ഭുതമാണ് തോന്നിയത്. ഇത്ര ബൃഹത്തായ, ഇത്ര വിപുലമായ ഒരു സാഹിത്യോത്സവം ഇത്ര ഭംഗിയോടുകൂടി, അച്ചടക്കത്തോടുകൂടി സംഘടിപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് കാണിച്ചിട്ടുള്ള കരവിരുതിനെ ആദ്യമായി ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമാണ്, ഇത്ര ഒരു ലാർജ് സ്കെയിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ ആശങ്കകളും പ്രതിസന്ധികളും എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ സംഭവിക്കാം. പക്ഷേ പൗലോ കൊയ്ലോ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞതുപോലെ, നിങ്ങളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തിത്തരാൻ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തും എന്ന് പറയുന്നത് പോലെ യൂത്ത് ലീഗിനൊപ്പം ഇത് നടത്തിത്തരാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വവും KMCC അടക്കമുള്ള സകല ലോകങ്ങളും നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു മനോഹരമായിട്ടുള്ള സായാഹ്നമാണ്. നേരത്തെ പലപ്പോഴും എല്ലാ വേദികളിലും എന്നെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ ഉപേക്ഷിച്ച് പുറത്തു വന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ്. പലപ്പോഴും ഞാൻ കേട്ട വിമർശനങ്ങളിലേറെയും ഞാനൊരു മലപ്പുറം വിരുദ്ധനാണ് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും, ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ യൂട്യൂബിൽ എൻ്റെ ഒരു പഴയ ചർച്ച ഒരിക്കൽ കൂടി കേട്ടു. അത് മലപ്പുറത്തൊരു ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് 24 ചാനൽ നടന്ന ചർച്ചയാണ്. ആണല്ലോ, ചില ഈ യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ കേൾക്കില്ല, അതിന്റെ ഹെഡിങ്ങിൽ അങ്ങ് വിശ്വസിച്ചു പോകും. പക്ഷെ പറഞ്ഞത് അല്ലെങ്കിൽ ആ ചർച്ച നയിച്ചത്, ആ ചർച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അന്ന് രാവിലെ 24 ചാനൽ അരുൺകുമാർ തന്നെ മലപ്പുറത്താണ് ആന ചെരിഞ്ഞത് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ പിന്നെ അദ്ദേഹത്തെ ഇനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ഒരു വിമർശനമാണ്. അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു വ്യക്തിക്കെതിരെ പറയാൻ വന്നതല്ലല്ലോ. ഞാൻ പക്ഷേ ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് ഞാൻ ഇവിടെ ക്യൂറേറ്ററോട് ചോദിക്കുകയായിരുന്നു, എന്താണ് മുന്നിൽ നിന്നുള്ള 2-3 ശില്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു. വായനയുമായി ബന്ധപ്പെട്ടതാണ്, അറിവുമായി ബന്ധപ്പെട്ടതാണ്. ബുക്ക് ഫെയറിന്റെ നേരെ മുന്നിൽ വെച്ചിട്ടുണ്ട് 3 ശില്പങ്ങൾ. അതിൽ ഒരു ശില്പത്തിലുള്ള ആൾ പുസ്തകം നോക്കി വായിക്കുകയാണ്, മറ്റൊരാൾ ചെവി പൊത്തുകയാണ്, ഒരാൾ കണ്ണ് പൊത്തിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി, വാസ്തവത്തിൽ ആ കണ്ണ് പൊത്തിയും ചെവി പൊത്തിയും കണ്ണടച്ചുമിരിക്കുന്ന 2 പേര് ഈ നാട്ടിലെ സംഘപരിവാറിന്റെ നറേറ്റീവിനെ, ആ സംഘപരിവാർ നറേറ്റീവിനെ കാണിക്കുന്നവരാണ്, ദൃശ്യവൽക്കരിക്കുന്നതാണ് 2 പേര്. ആ വായിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ കണ്ണും തുറന്നു, ചെവിയും തുറന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. നോക്കൂ, അവിടെ ഇരിക്കുന്നത് ഒരു 3 പ്രതിമകളാണ്. ഞാൻ ആലോചിച്ചു, സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നറേറ്റീവിനെ പൊളിക്കുന്നതല്ലേ ആ 3 പ്രതിഭകൾ? തിരൂരിലെ തുഞ്ചംപറമ്പിൽ ഭാഷാപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മലപ്പുറത്ത് വലിയ എതിർപ്പാണെന്ന പച്ചക്കള്ളത്തെ മലപ്പുറം ടൗണിൽ ഇതാ യൂത്ത് ലീഗ് പ്രതിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രതിമാ വിരോധവും ഇല്ല. ഞാൻ പോലും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ അത് സംബന്ധിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, MT വാസുദേവൻ നായർ എന്ന് പറയുന്ന തിരൂർ തുഞ്ചംപറമ്പിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന MT തന്നെ പറയുകയാണ്, ഉണ്ടാക്കിയ പ്രതിമയ്ക്ക് തുഞ്ചനുമായി സാമ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആചാര്യനുമായി സാമ്യമില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത്തരമൊരു പ്രതിമ വെക്കുന്നതിന് പരം പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചാൽ മതി എന്ന തീരുമാനമെടുക്കുന്നത് MTയും
അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന മനോരമയുമാണ് ഇത് ചെയ്യുന്നത്. അതിൽ ലീഗിനൊരു ബന്ധവുമില്ല. മലപ്പുറത്തെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ പ്രയാസമോ ഇല്ല. പക്ഷെ നോക്കൂ, ഇപ്പോഴും അത് സംബന്ധിച്ച് മലപ്പുറത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്റെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി ആ വാദം ഉയർത്തുമ്പോൾ എനിക്ക് ഇന്ന് അവരോട് പറയാൻ സാധിക്കും, നിങ്ങൾ ആരെങ്കിലും മാ ഫെസ്റ്റിവലിന്റെ വേദിയിൽ കടന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉയർത്തുന്ന കള്ളപ്രചരണങ്ങൾ മുഴുവൻ ഇതാ തകർന്നു വിടിയിരിക്കുന്നുവെന്ന് ഇവിടെ തെളിയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഈ വാദം ഉയർത്തിയപ്പോൾ ചോദിച്ചു, മെട്രോമാൻ ശ്രീധരൻ സർപ്പാവാണ്, അദ്ദേഹത്തെ പിടിച്ച് ചെയർമാനാക്കിയിട്ട്, അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് അറിവൊന്നുമില്ല, അദ്ദേഹത്തെ പിടിച്ച് ചെയർമാനാക്കി BJP 1001 അംഗ പ്രതിമാ നിർമ്മാണ കമ്മിറ്റി, അതായത് ലീഗ് സമ്മതിക്കാത്ത പ്രതിമ ഞങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു 3 കൊല്ലം മുമ്പേ. അതെന്തായി? ആ കമ്മിറ്റി ഒരിക്കലെങ്കിലും പിന്നീട് യോഗം ചേർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കുകയല്ല, ആചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുകയല്ല, മറിച്ച് മലപ്പുറത്തെ ഇകഴ്ത്തി കാണിക്കുക, ഹിന്ദു മുസ്ലിം വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ കള്ളപ്രചരണം എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തോട് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. നോക്കി, ഈ കള്ളപ്രചരണം അതല്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് സംഘപരിവാർ ആളുകൾ മാത്രമാണെങ്കിൽ നമുക്കത് അർഹിക്കുന്ന എന്താ പറയാ ഒരു പുച്ഛത്തോടു കൂടി അതിനെ നമുക്ക് ഒഴിവാക്കി വിടാം. കാരണം ആ പ്രചാരണം അധികമാരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എന്താ? തിരൂരിലെ MLA പറയുകയാണ്, തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ വേണം. ഉടനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എണീറ്റ് നിയമസഭയിൽ പറയുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാൻ അനുവദിക്കരുത്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാണ്, മലപ്പുറത്ത് ഈ സർക്കാരിന്റെ കാലത്തല്ല, ഒരു സർക്കാരിന്റെ കാലത്തും ഇനി അടുത്ത ഒരു ദശാബ്ദത്തിലും ഇത്തരം ഒരു പദ്ധതി വരാൻ പോകുന്നില്ല എന്ന് ഈ 5 വർഷം മാത്രം ഭരിക്കാൻ മാൻഡേറ്റ് ഉള്ള ഒരു മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറയുകയാണ്. അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല, അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയില്ല, ഉള്ളിലുള്ളത് അന്ധമായിട്ടുള്ള മലപ്പുറം വിരോധമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആ പ്രസംഗം മനസ്സിലായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1860 നമ്മുടെ ഈ മലയാള മണ്ണിൽ ആദ്യം ട്രെയിൻ ഓടിയ സ്ഥലത്തിന്റെ പേര് തിരൂരെന്നാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ആദ്യത്തെ ട്രെയിൻ ഓടുന്നത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ്. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള റെയിൽപാത 1921 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 100 വർഷം മുമ്പും 150 വർഷം മുമ്പും ട്രെയിൻ ഓടിയ ഈ നാടിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്ക് അതിവേഗ പാത കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ കിട്ടാനുള്ള ഒരു അർഹതയും ഇല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. മെട്രോ എന്ന് പറഞ്ഞാൽ അതിവേഗ പാതയല്ല, മറിച്ച് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. വലിയ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ യാത്ര എളുപ്പത്തിനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. 2011 35 ലക്ഷത്തിൽ മാത്രം താഴെ ജനസംഖ്യയുള്ള എറണാകുളം നഗരത്തിൽ, കൊച്ചിയിൽ മെട്രോ സ്ഥാപിക്കാമെങ്കിൽ അതേ സെൻസസ് പ്രകാരം, കാനേഷുമാരി പ്രകാരം 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് എന്തുകൊണ്ട് മെട്രോ വന്നുകൂടാ എന്നുള്ള ന്യായമായ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. മലപ്പുറത്തെ നമ്മളൊരു നഗരമായി പരിഗണിക്കണ്ടേ? ഒരു നഗരത്തിനുള്ള എന്ത് സവിശേഷതയാണ് മലപ്പുറത്തിന് ഇല്ലാത്തത്? ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ബാംഗ്ലൂരിനെ, എറണാകുളത്തെ, കൊച്ചിയെ ഒക്കെ വെല്ലുന്ന നൈറ്റ് ലൈഫാണ് ഇപ്പൊ പെരിന്തൽമണ്ണയ്ക്കുള്ള, ആ വൈബാണെന്ന് പെരിന്തൽമണ്ണയ്ക്കുള്ളത്. മലപ്പുറത്തെ ഓരോ പ്രദേശങ്ങളും അങ്ങനെയാണ്. രാത്രിയും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ ചെറുപ്പക്കാർ പുറത്തോട്ടിറങ്ങുന്ന, രാത്രി ജീവിതം ആസ്വദിക്കുന്ന, അതേ സമയത്ത് പകൽ സമയങ്ങളിൽ അവരുടെ സ്റ്റാർട്ടപ്പുകളിൽ പോയി അവരുടെ തലച്ചോറുകൾ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായി വിനിയോഗിക്കുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ, ആസ്പിരന്റ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ മലപ്പുറത്തുണ്ട് എന്ന് ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാ ഫെസ്റ്റിവലിലൂടെ നിങ്ങൾ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത് ആ വൈബ്രന്റ് യൂത്തിനെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പറയാനുണ്ട്, പക്ഷേ എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ സാംസ്കാരികോത്സവം മലപ്പുറത്തിന്റെ മണ്ണിൽ സംഘടിപ്പിച്ചിട്ടുള്ള യൂത്ത് ലീഗിന്റെ എന്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും